ഗൈസ് ഗുഡ് മോർണിംഗ്. ഇത് കുറച്ച് സവാള, പച്ചമുളക്, കൊച്ചു ജീരകം, വലിയ ജീരകം, ഇച്ചിരി കുരുമുളക്, പിന്നെ പച്ചമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ ഈ പാത്രത്തിനകത്തിട്ട് വഴറ്റിയെടുത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. കടുക് എന്നിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് പെരിഞ്ജീരകം പൊടിച്ച് മിക്സ് ചെയ്ത്, അഴുക്കൊന്നുമല്ല കേട്ടോ ഗൈസ്. ഇതിന് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഗൈസ് ഇത് അരച്ച് നല്ല രസമായി. ഈ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ, തക്കാളി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് മുട്ടക്കറി വെക്കാം ഗൈസ്. എന്നോ മണമാണ്, എൻ്റെ പൊന്നു എന്തൊരു മണമാണ്. കൊച്ചു ജീരകവും വലിയ ജീരകവും വെളിച്ചെണ്ണയിലിങ്ങനെ കിടന്ന് സവാളയും പച്ചമുളകും എല്ലാമായിട്ട്. ഇത് കുറേ നാളുകൊണ്ട് ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട് ഗൈസ്, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല ഗൈസ്. നല്ല അരപ്പാണ്, നല്ല തിക്ക് ഗ്രേവിയാണ്. ഞാനേ ഇതെല്ലാം വടിച്ചിട്ട് ഗൈസ്, ഒറ്റ കൈ വെച്ച് നടക്കില്ല. അപ്പോൾ ഗൈസ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഒന്ന് തിളക്കിയിട്ട് ഗൈസ് നേരത്തേക്ക് നമുക്ക് ഈ മുട്ടത്തലയന്മാരെടുത്ത് പൊട്ടിക്കാം. മുട്ടത്തലയന്മാരെന്ന് പൊട്ടിച്ച് റെഡിയാക്കിയിട്ട് ഗൈസ്, തൊലിയൊക്കെ ഉരിഞ്ഞ് കളയണ മുട്ടത്തലയന്മാരുടെ. അപ്പോഴത്തേക്ക് കറി തിളയ്ക്കും ഗൈസ്. ഓക്കെ, 2 മുട്ടത്തലയന്മാരെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അവന്മാരെ ഒന്ന് കീറി വെക്കട്ടെ ഗൈസ്, കാണിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിന് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് അല്പം പുളിവെള്ളം വേണം. പുളിയില്ലാതെ കൊള്ളത്തില്ല. അല്ലെങ്കിൽ തക്കാളി ഇടണ്ടേ, അത് കാരണം ഇച്ചിരി പുളിവെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ, കുറച്ച് മതി. ഇത് വെള്ളം ഒരുപാട് ഒഴിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരുപാട് ഒഴിച്ചതായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് ഇച്ചിരി പുതിനയിലയും കൂടെ ഇടണം. അതിൻ്റെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. സോ എനിക്ക് ഇഷ്ടമേ അല്ല. ഇതിപ്പം നല്ല ടേസ്റ്റായിട്ടുണ്ട് ഗൈസ്. ഞാനിവിടെ അപ്പമൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. രാവിലെ ഡാഡിക്ക് അപ്പവും ഒരു ഫ്ലാസ്ക് നിറച്ച് കോഫിയും, കുരുമുളക് കോഫി ചുക്കൊക്കെ ഇട്ട്, ചുക്ക് കാപ്പി എന്ന് പറയുന്നത് അത്, പിന്നെ ചൂട് വെള്ളം, പിന്നെ ഓട്സ് കാച്ചിയത്, കഴിക്കാൻ അപ്പവും മീൻകറി അതൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് വേറൊരു വീടുണ്ട് ഗൈസ്, അവിടെ ഓട്ടിട്ട് പറഞ്ഞുവിട്ട് അവിടെ പണിക്കാരുണ്ട് ഗൈസ്. അപ്പം ഈ മുട്ട ഇതിനകത്ത് കിടന്ന് കുറച്ചുകൂടെ വേവട്ടെ. നമ്മളെ വാട്ടി വരുവായിട്ടേ ഉള്ളൂ ഗൈസ്, വേണ്ട വാടി വരുവായിട്ടേ ഉള്ളൂ. ഇത് വേവട്ടെ, എന്തെങ്കിലും ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഗൈസ്. അപ്പം അത് തിളക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ കഴിക്കാൻ അപ്പം എടുത്ത് നോക്കട്ടെ. ഇത് ഞാൻ രാവിലെ ഡാഡിക്ക് വേണ്ടി ചുട്ട് വെച്ച അപ്പം, ഇതിൻ്റെ ബാക്കിയാണ് ഗൈസ്. ഇതാ ഇത് സിമ്പിൾ അപ്പം. ഇത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ഇച്ചിരി കറി വേവട്ടെ ഗൈസ്. അപ്പം നമ്മുടെ മുട്ടക്കറി വേണ്ടോ, അത് കിടന്ന് വേവുന്ന്. മുട്ടയ്ക്ക് നല്ല സെറ്റായിട്ടുണ്ട്. ഇത് ഒരു മുട്ടയാണ് 2 കഷ്ണമാക്കിയത്. അപ്പോൾ ബാക്കി നമ്മളെ മുട്ടക്കറിയൊക്കെ അടച്ച് സെറ്റാക്കി വെക്കും ഡാഡിക്ക്, ഇത് എനിക്ക്. ഇപ്പം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല കുറുകിയ ചാറുള്ള മുട്ടക്കറി. ഇത് പലരും ഇങ്ങനെ ചെയ്യുന്നതാണ്. ഈ സവാളയൊക്കെ ഇങ്ങനെ വഴറ്റി, കൊച്ചുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകമൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് മുട്ടക്കറി വെക്കുന്നത് കൊള്ളാം ഗൈസ്. ഞാനിച്ചിരി കഴിച്ചു നോക്കട്ടെ.
നല്ല ചൂടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വേണോ? കഴിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിട്ട് ഗൈസ് ബൈ.